നല്ല നമസ്കാരം. ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ആൻഡ് ഫീസിബിൾ സെറ്റ് എന്നുള്ള വിഷയമാണ്. രണ്ടും ഒരു കൊടക്കീഴിലുള്ള വിഷയങ്ങളായതുകൊണ്ട് തന്നെയാണ് ഒരു സ്ലൈഡിലൂടെ തന്നെ പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് സ്ലൈഡുകളിലേക്ക് പ്രവേശിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്, വിഭവങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്കെയർസ് ആണ്, അല്ലെങ്കിൽ വിഭവങ്ങൾ പരിമിതമാണല്ലേ. നമ്മുടെ ഒരു എക്കണോമിക് പ്രോബ്ലമാണ് സ്കെയർസിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യത്തിനും എല്ലാ വിഭവങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല അല്ലേ. നമ്മുടെ ഇവിടുത്തെ എല്ലാ ടെക്നോളജിയും എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ചാലും ചിലപ്പോൾ പരിമിതമായ വസ്തുക്കൾ മാത്രമേ നിർമ്മിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് ഇന്ത്യ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന വിവിധ തരത്തിലുള്ള കോമ്പിനേഷനുകളെയാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ ഒരു എക്സാമ്പിളിലൂടെ കടന്നു പോയെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എക്സാമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ടേബിളിലേക്ക് നിങ്ങൾ നോക്കാം. ഷെഡ്യൂള് ഞാൻ വേരിയസ് എക്സാമ്പിൾസിനകത്ത് കൊടുത്തിട്ടുള്ളത് വേരിയസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് ആണ് ആദ്യമേ മുന്നേ കൊടുത്തിട്ടുള്ളത്. ABCDE&F. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് 2 സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, വീറ്റ് ആൻഡ് ക്ലോത്ത്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തൽക്കാലം നമുക്ക് അവിടെ മാറ്റി നിർത്താനായിട്ട് പറ്റും. അപ്പോൾ ഇന്ത്യ എന്ന രാജ്യത്ത് 2 വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, ക്ലോത്ത് ആൻഡ് വീറ്റ്. അപ്പോൾ ഇന്ത്യയിലെ വിഭവങ്ങളെല്ലാം കൂടെ ചേർന്ന് നമ്മൾ വീറ്റ് മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ, ക്ലോത്ത് ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല എങ്കിൽ നമ്മുടെ കോമ്പിനേഷൻ ഒന്ന് നോക്കിക്കേ, 0-15. എല്ലാ വിഭവങ്ങളും, ഇന്ത്യയിലെ മുഴുവൻ വിഭവങ്ങളും വീറ്റ് മാത്രം ഉൽപ്പാദിപ്പിക്കാൻ ശ്രദ്ധിച്ചാൽ നമുക്ക് 15 വീറ്റ് ഉൽപ്പാദിപ്പിക്കാം. അപ്പം ക്ലോത്ത് എത്രയായി പോവും? 0 ആവും അല്ലേ. നേരെ മറിച്ച് ഇന്ത്യയിലെ മുഴുവൻ വിഭവങ്ങൾ വെച്ച് നമ്മൾ ക്ലോത്ത് മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ വീറ്റ് ഉൽപ്പാദിപ്പിക്കുന്നില്ല എങ്കിൽ നമ്മുടെ കോമ്പിനേഷൻ എത്രയാണെന്ന് നോക്കിക്കേ. ക്ലോത്ത് 5 മീറ്റർ അല്ലെങ്കിൽ മില്യൺ മീറ്റർ ക്ലോത്ത് ഉൽപ്പാദിപ്പിക്കാം, പക്ഷെ വീറ്റ് എത്ര ഉൽപ്പാദിപ്പിക്കാൻ പറ്റും? ഒന്നും ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ ദേ നോക്കിക്കേ, ഇത് രണ്ട് എക്സ്ട്രീം ആണ് അല്ലേ. എ എന്ന് പറയുന്നത് എന്ത് സൂചിപ്പിക്കുന്നു? ക്ലോത്ത് 0 ആണ്, വീറ്റ് 15 ആണ്. എഫ് എന്ത് സൂചിപ്പിക്കുന്നു? ക്ലോത്ത് 5 ആണ്, വീറ്റ് 0 ആണ്. 2 അതിർത്തിയാണ് ഞാനിവിടെ കാണിച്ചത് അല്ലേ. ഇനി നോക്കിക്കേ, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സാധനം ഉൽപ്പാദിപ്പിച്ചാൽ മാത്രം മതിയോ? ഇന്ത്യയിലെ എല്ലാ ആളുകൾക്കും ക്ലോത്ത് മാത്രം മതി, എല്ലാവരും ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടന്നു, ആരും ഒന്നും കഴിക്കണ്ട. നടക്കുന്ന കാര്യമാണോ? അല്ല. നമുക്ക് എന്തൊക്കെ വേണം? വസ്ത്രവും വേണം, ഭക്ഷണവും വേണം അല്ലേ. അപ്പം ക്ലോത്ത് മാത്രം ഉൽപ്പാദിപ്പിച്ചാൽ മതിയോ? പോരാ. അപ്പം നമുക്ക്, അല്ലെങ്കിൽ വീറ്റ് മാത്രം ഉൽപ്പാദിപ്പിച്ചാൽ മതിയോ? പോരാ. അപ്പം നമ്മൾ എന്ത് തീരുമാനിച്ചു? വീറ്റ് 15 ആയിരുന്നു, ക്ലോത്ത് 0 ആയിരുന്നു. നമ്മൾ തീരുമാനിച്ചു നമുക്ക് ക്ലോത്ത് ഉൽപ്പാദിപ്പിച്ചാലോ. അപ്പം ദേ നോക്കിക്കേ, ക്ലോത്തിന്റെ ഉൽപ്പാദനം 0-ൽ നിന്ന് 1 വർദ്ധിച്ചു. അപ്പം വീറ്റിന് എന്ത് സംഭവിച്ചെന്ന് നോക്കിക്കേ, വീറ്റിലൊരു കുറവ് സംഭവിച്ചു. എന്താണ്? 15-ൽ നിന്ന് 14 കുറയുകയാണ് ചെയ്തത്. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ക്ലോത്ത് കുറച്ചുകൂടെ കൂട്ടി നോക്കിയാലോ. 1-ൽ നിന്ന് 2 ക്ലോത്തിന്റെ അളവ് കൂട്ടി. അപ്പം വീറ്റിന്റെ അളവ് നോക്കിക്കേ, 14-ൽ നിന്ന് 12 വീറ്റിന്റെ അളവ് കുറയുകയാണ് ചെയ്തത്. 12 കുറഞ്ഞു. ക്ലോത്തിന്റെ ഉൽപാദനം കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? വീറ്റിന്റെ ഉൽപാദനത്തിന്റെ അളവ് കുറയുന്നു. ഓക്കെ. ഇന്ത്യയിലെ എല്ലാ വിഭവങ്ങളും ഉപയോഗിക്കുമ്പോൾ നമുക്ക് ക്ലോത്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, വീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ക്ലോത്ത് മാത്രമാണ് നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 5 മില്യൺ മീറ്റർ ഓഫ് ക്ലോത്ത് ഉൽപ്പാദിപ്പിക്കാം. വീറ്റ് മാത്രമേ നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ നമുക്ക് 15 മില്യൺ കിൻഡൽ വീറ്റ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ഒരു രാജ്യത്തിന്റെ മുഴുവൻ വിഭവങ്ങൾ വെച്ച് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് അല്ലേ. നമ്മുടെ ഇവിടുത്തെ 2 ഗുഡ്സ് ഏതൊക്കെയാണ്? ക്ലോത്തും വീറ്റുമാണ്. അപ്പം നമ്മുടെ എല്ലാ വിഭവങ്ങൾ വെച്ച് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് 2 ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇനി നമുക്ക് ആ ഡെഫിനേഷനിലേക്ക് നമുക്ക് പോകാം. പഴയ സ്ലൈഡിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് or production frontier refers to graphically to all possible combinations of maximum amount of 2 goods
which can be produced within the available productive resources of a country. ഒരു രാജ്യത്തിന്റെ വിഭവങ്ങളെല്ലാം വെച്ച് ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രണ്ട് വസ്തുക്കളുടെ വേരിയസ് കോമ്പിനേഷൻസിനെയാണ് നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. അപ്പം രണ്ട് വസ്തുക്കളെ നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളതെന്ന് നമ്മൾ തൽക്കാലം അനുമാനമായിട്ട് വെക്കുകയാണ്. അപ്പം നമ്മുടെ എല്ലാ വിഭവങ്ങൾ വെച്ചിട്ട് എത്രമാത്രമാണ് ആ രണ്ട് വസ്തുക്കളുടെ വേരിയസ് കോമ്പിനേഷൻസ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്, അതിനെയാണ് PPC അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. കർവ് എന്ന് പറയുമ്പോൾ കർവ് വരയ്ക്കണം. ഓക്കെ, കർവിലേക്കാണ് നമ്മൾ വരുന്നത്. നമ്മളിപ്പോൾ കണ്ടത് അതിന്റെ ഷെഡ്യൂളാണ്, ഒരു ടേബിളാണ്. അപ്പോൾ ടേബിളിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? ക്ലോത്തിന്റെ ഉൽപാദനം കൂട്ടണമെങ്കിൽ വീറ്റിന്റെ അളവ് കുറച്ചേ പറ്റുള്ളൂ എന്നുള്ള ഒരു ആശയം നിങ്ങൾക്ക് മനസ്സിലായി. എനിക്കത് അത് മതിയാക്കിയാൽ മതി, നിങ്ങൾ ഓർത്താൽ മതി. ക്ലോത്ത് കൂട്ടണമെങ്കിൽ വീറ്റിന്റെ അളവ് കുറയ്ക്കണം. കാരണം എന്തുകൊണ്ട്? രണ്ടും ഒരുപോലെ കൂട്ടാൻ നമുക്ക് പറ്റത്തില്ല. കാരണം നമുക്ക് വിഭവങ്ങൾ കുറവാണ്, അല്ലെങ്കിൽ ഇവിടെ അതിനുള്ള ശേഷി കുറവാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് കൂട്ടണമെങ്കിൽ മറ്റേത് കുറച്ചേ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ വേരിയസ് കോമ്പിനേഷൻ എ നമ്മൾ ഇതെല്ലാം അടുത്ത ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യാണ്. ഈ ഗ്രാഫിൽ വരയ്ക്കുക. എ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ, നിങ്ങൾ തന്നെ വരയ്ക്കണേ. എക്സ് ആക്സിസിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസ് ഇതാണ് നിങ്ങളുടെ എക്സ് ആക്സിസിൽ ഞാൻ ക്ലോത്ത് കാണിച്ചു, വൈ ആക്സിസിൽ വീറ്റ് കാണിച്ചു, എക്സ് ആക്സിസിൽ ഞാൻ 1 2 3 4 5 കാണിച്ചു, വൈ ആക്സിസിൽ 1 മുതൽ 15 വരെയുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഗ്യാപ്പ് ഇട്ടിട്ടാണ്. 5 10 12 14 15 എന്ന ക്രമത്തിലൊക്കെ വരച്ചു. ഇനി നമ്മൾ നേരത്തെ ആ കോമ്പിനേഷൻസ് ഒക്കെ ഇവിടെ മാർക്ക് ചെയ്യാണ്. ക്ലോത്ത് വീറ്റ് 0 ആവുമ്പോൾ ക്ലോത്ത് എത്രയാണ്? മാക്സിമം 5 എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. ഓക്കെ, ക്ലോത്ത് 0 ആവുമ്പോൾ വീറ്റ് എത്രയാണ്? മാക്സിമം 15 എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. ഓക്കെ, ഇനി ക്ലോത്തിന്റെ അളവ് 1 വർദ്ധിപ്പിച്ചപ്പോൾ, ക്ലോത്തിന്റെ അളവ് 0 നിന്ന് 1 ആയപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ പ്ലോട്ട് ചെയ്ത് നോക്കണേ. 1 നേർക്ക് എന്ത് കിട്ടി? 14. ഇതാണ് ക്ലോത്ത് 1 ആവുമ്പോൾ വീറ്റിന്റെ അളവ് 14. ക്ലോത്ത് 2 ആയപ്പോൾ എന്ത് സംഭവിച്ചു? വീറ്റിന്റെ അളവ് 12 ക്ലോത്ത് 3 ആയപ്പോൾ വീറ്റിന്റെ അളവ് 9 ക്ലോത്ത് 4 ആയപ്പോൾ വീറ്റിന്റെ അളവ് 6 മാറി, ഇല്ലേ? കുറഞ്ഞു. അപ്പം ഇങ്ങനെ ക്ലോത്തിന്റെ അളവ് ക്ലോത്തിന്റെ 5 ആയപ്പോൾ എന്ത് സംഭവിച്ചു? വീറ്റിന്റെ അളവ് എന്ത് സംഭവിച്ചു? 0 മാറി. അപ്പം ഇതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഇപ്പൊ ഒരു കർവ് കിട്ടിയില്ലേ? ഇതെല്ലാം കൂടെ നിങ്ങൾ ഈ പോയിന്റ് എല്ലാം കൂടെ ചേർത്ത് നിങ്ങൾ വരച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് നോക്കി, ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റിയുടെ ഒരു കർവ് കിട്ടി. കണ്ടോ? ഒരു കർവ് നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. ഇതാണ് നിങ്ങളുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റിയുടെ കർവ്. അതിനകത്ത് വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് ABCD E and F, ഓരോ കോമ്പിനേഷൻ നമ്മൾ പേര് കൊടുത്തായിരുന്നു. അതെല്ലാം കൂടെ ചേർന്ന് ABCD E and F എന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്ന ആശയം. അപ്പോൾ എന്താ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് സൂചിപ്പിക്കുന്നത്? വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ്, രണ്ട് ഗുഡ്സിന്റെ വേരിയസ് കോമ്പിനേഷൻസ് ആണ് വിച്ച് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് വിത്ത് ദി അവൈലബിൾ റിസോഴ്സസ്. ഇവിടെയുള്ള വിഭവങ്ങൾ വെച്ച് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രണ്ട് സാധനങ്ങളുടെ വ്യത്യസ്ത കോമ്പിനേഷനുകളെയാണ് PPC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഗ്രാഫിൽ കണ്ടത് നേരത്തെ കൊടുത്ത ഷെഡ്യൂളിന്റെ ഗ്രാഫാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ആ ഷെഡ്യൂൾ അല്ലെങ്കിൽ ടേബിൾ തയ്യാറാക്കുക. ടേബിൾ തയ്യാറാക്കിയിട്ട് ഇതുപോലെ എക്സ് ആക്സിസും വൈ ആക്സിസും കൃത്യമായി കൊടുത്ത് ഓരോ പോയിന്റുകൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കണം. അപ്പോൾ നമുക്കിത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ അടുത്ത ഇതിനകത്തെല്ലാം കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ചില ആശയങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എ എന്ന് പറയുന്നത് എന്ത് സൂചിപ്പിക്കുന്നു? AF എന്ന് പറയുന്നതാണ് നമ്മുടെ കർവ്. അപ്പോൾ ദേ ഈ ഒരു ഷേപ്പ് കണ്ടോ? നിങ്ങളുടെ ഈ കർവിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് നോക്കിക്കേ. ദേ ഇങ്ങനൊരു ഷേപ്പാണ്, ഇങ്ങനെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, പക്ഷെ ഒരു കർവാണ്, ഒരു കേവ് പോലെയുള്ള ഷേപ്പാണ്. കേവ് പോലെ ഉള്ള ഷേപ്പാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ കോൺകേവ് ഷേപ്ഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പം PPC കർവിന്റെ ഷേപ്പ് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം, ഇറ്റ് ഈസ് കോൺകേവ് ടു ദ ഒറിജിനിൽ നിന്ന് നിൽക്കുമ്പോൾ, നിങ്ങൾ 0 നിന്ന് നോക്കുമ്പോൾ ഒരു കേവ് പോലെ കോൺകേവ് ഷേപ്ഡ് ആയിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ PPC കർവ് നിങ്ങൾക്ക് ഇരിക്കുന്നത്.
ഓക്കെ, അപ്പം ദേ നമ്മൾ അടുത്ത സ്ലൈഡിനകത്ത് ഞാൻ ഇതിന്റെ കാര്യങ്ങൾ മാത്രം ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തുള്ളൂ. നിങ്ങൾ ഈ നോട്ടുകളെല്ലാം എഴുതണം. ദ കോൺകേവ് ഷേപ്പ്, നമ്മുടെ കർവ് AF ആണ് നിങ്ങളുടെ കർവ്. വേരിയസ് പോസിബിലിറ്റീസ് എല്ലാം അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ABCDE&F എന്ന് പറയുന്ന കോമ്പിനേഷൻസ് ഒക്കെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ പറയണം. അപ്പോൾ ഇതിനകത്ത് ഇതിനെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് വിളിക്കുന്നു. ദേ ആർ ഓൾസോ നോൺ ആസ് ടെക്നോളജിക്കലി എഫിഷ്യന്റ്. പേരുകളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ടെക്നോളജിക്കലി എഫിഷ്യന്റ് ഓർ ഓപ്റ്റിമം പ്രോഡക്റ്റ് മിക്സ് എന്ന പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനുണ്ടാകുന്ന വേരിയസ് പേരുകളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളുടെ ഞാൻ ചർച്ചയിലേക്ക് കൊണ്ടുവരാണ്. ഓക്കെ, അടുത്തൊരു ഗ്രാഫ്, ഞാൻ നേരത്തെ ഗ്രാഫ് ഒന്നുകൂടെ റീഡ്രോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഗ്രാഫിനകത്ത് എന്തൊക്കെ കാണാൻ പറ്റും? ക്ലോത്ത് നിങ്ങൾക്ക് X ആക്സിസിൽ, വീറ്റ് Y ആക്സിസിൽ. വേരിയസ് കോമ്പിനേഷൻസ് ഏതൊക്കെയായിരുന്നു? നിങ്ങളുടെ A ഉണ്ടായിരുന്നു, A ഉണ്ട്, നിങ്ങളുടെ കോമ്പിനേഷൻ A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്, F ഉണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ A എന്താണ്? 0 വീറ്റ്, 0 ക്ലോത്ത്, 15 വീറ്റും. B എന്ന് പറയുന്നത് ക്ലോത്തിന്റെ അളവ് 1 വീറ്റ് എന്ന് പറയുന്നത് 14 C എന്ന് പറയുന്നത് എന്താണ്? ക്ലോത്തിന്റെ അളവ് 2, 12. അപ്പൊ ഇതാണ് C. അപ്പം നിങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ ഗ്രാഫിൽ നേരത്തെ വരച്ചതാണ് അല്ലേ? ഞാൻ 2 പോയിന്റും കൂടെ ഇവിടെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രാഫ് വരച്ചിരുന്നത്. വേറെ 2 പോയിന്റ്. ഒന്ന് G എന്ന് പറയുന്നത് ആ ഗ്രാഫിന്റെ അകത്തുള്ള ഒരു പോയിന്റ് ആണ് അല്ലേ? ഗ്രാഫിന്റെ അകത്തുള്ള ഒരു പോയിന്റ് ആണ് G, ശരിയല്ലേ? G എന്ന് പറയുന്നത് വീറ്റും ക്ലോത്തിന്റെ ഒരു കോമ്പിനേഷൻ ആണ് G, ശരിയല്ലേ? G എന്ന് പറയുന്നത് ഗ്രാഫിന്റെ PPCയുടെ അകത്തുള്ള ഒരു പോയിന്റ് ആണ്. അതിനകത്തൊരു വീറ്റിന്റെയും ക്ലോത്തിന്റെയും കോമ്പിനേഷൻ ഉണ്ട്. പക്ഷെ 2 കുറവാണല്ലേ? കുറച്ച് വീറ്റും കുറച്ച് ക്ലോത്തും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് G കിട്ടുന്നത്. എന്ന് വെച്ചാൽ രാജ്യം അതിന്റെ പരിധിയിൽ, ഇതായിരുന്നു നമ്മുടെ പരിധി, ഈ പരിധിയായിരുന്നു, പരിധിക്കകത്ത് നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. എന്ന് വെച്ചാൽ വിഭവങ്ങൾ നല്ല വിധം യൂസ് ചെയ്യുന്നുണ്ടോ അവിടെ? ഇല്ല. നല്ല രീതിയിൽ യൂസ് ചെയ്തിരുന്നെങ്കിൽ എവിടെ വന്നേനെ? എയോ ബിയോ സിയോ ഡിയോ ഇയോ എഫോ വന്നേനെ ഇല്ലേ? ആ കർവിൽ വന്ന് നിന്നേനെ. പക്ഷെ വിഭവങ്ങൾ ഉപയോഗിക്കാത്തത് കാരണമാണ് നമ്മൾ മാർക്ക് കുറഞ്ഞ ആളുകളെ പോലെ അകത്ത് ഇരിക്കേണ്ടതായിട്ട് വരുന്നത്. നേരെ മറിച്ച് H എന്ന് പറയുന്ന പോയിന്റോ ആ ഗ്രാഫിന് പുറത്താണ് നിൽക്കുന്നത് അല്ലേ? പുറത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള ഒരു ഗ്രോത്തിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ടെക്നോളജിയുടെ അമിതമായിട്ടുള്ള വളർച്ച, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ചില മാറ്റങ്ങൾ, സാങ്കേതിക മികവ്. അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം H ഉണ്ടാകുന്നത്. അപ്പം H ഉണ്ടാകണമെങ്കിൽ സാങ്കേതിക മികവുണ്ടാകണം. G ഉണ്ടാകണമെങ്കിൽ എന്താണ്? നിങ്ങൾ വിഭവങ്ങൾ വേണ്ടവിധം ഉപയോഗിക്കാത്തത് കാരണമാണ് Gയിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വാക്കുകൂടെ ഉണ്ട്. അപ്പൊ നമുക്കത് ഇതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ ഫീസിബിൾ സെറ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഒരു വാക്ക് ഞാൻ പറഞ്ഞായിരുന്നു അല്ലെ? ഫീസിബിൾ സെറ്റ്. അപ്പൊ എന്താണ് ഫീസിബിൾ സെറ്റ്? ഫീസിബിൾ എന്ന വാക്കിന്റെ അർത്ഥം പോസിബിൾ ആണ്. ഒരു രാജ്യത്തിന്റെ അകത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഏതൊക്കെയായിരിക്കും? ഏതൊക്കെ പോയിന്റുകളാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചേ. A സാധ്യമാണ് അല്ലേ? കാരണം രാജ്യത്തിന്റെ വിഭവങ്ങൾ ഉപയോഗിച്ചാൽ A സാധ്യമാണ്, B സാധ്യമാണ്, C സാധ്യമാണ്, D സാധ്യമാണ്, E സാധ്യമാണ്, F സാധ്യമാണ്, Gയും സാധ്യമാണ് അല്ലേ? വിഭവങ്ങൾ വേണ്ട വിധം ഉപയോഗിച്ചില്ല എങ്കിൽ G വരും. ഓക്കെ, അപ്പൊ അതും ഫീസിബിൾ ആണ്, അതും പോസിബിൾ ആണ്, അതും സംഭവിക്കാം. പക്ഷെ H എന്ന് പറയുന്നത് സാധിക്കുമോ? എപ്പോഴും ഇല്ല. അത് വലിയ വളർച്ചയുടെ ഭാഗമാകുമ്പോഴേ H സംഭവിക്കത്തുള്ളൂ. അപ്പം H ഫീസിബിൾ അല്ല, ബാക്കി എല്ലാം ഫീസിബിൾ ആണ്. അപ്പൊ എന്താ ഫീസിബിൾ സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ PPC കർവും PPC കർവിന്റെ അകത്തുള്ള ഏതൊക്കെ പോയിന്റുകളുണ്ടോ, നമ്മുടെ എക്സാമ്പിളിൽ ഏതേ ഉള്ളൂ? G മാത്രമേ ഉള്ളൂ. എല്ലാം കൂടെ ചേർന്ന് വരുന്നതിനെയാണ് ഫീസിബിൾ സെറ്റ് എന്ന് പറയുന്ന ആശയം കൊണ്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി ആ ഡെഫിനിഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കൊടുത്തിട്ടുണ്ട്. ദസ് PPC ആൻഡ് ഏരിയ വിതിൻ ദ PPCയുടെ അടിയിലുള്ള ഏരിയയാണ് നമ്മൾ ഫീസിബിൾ സെറ്റ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് പഠിച്ച ആശയങ്ങളൊക്കെ പ്രധാനമാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഇന്ന് നിങ്ങളെ ഒരു ആദ്യത്തെ സ്ലൈഡുകളിൽ, അപ്പം ഞാൻ ഒന്നുകൂടെ റിവൈസ് ചെയ്യുകയാണ്. ഫസ്റ്റ് സ്ലൈഡിൽ ഞാൻ എന്താണ് PPC എന്ന് പറഞ്ഞു തന്നു. രണ്ടാമത്തെ സ്ലൈഡിൽ ഞാൻ അതിൻ്റെ ഒരു ഷെഡ്യൂൾ വരച്ചു. മൂന്നാമത്തെ സ്ലൈഡ് ഞാൻ പറഞ്ഞു പോയില്ല, പക്ഷെ ആ ഷെഡ്യൂൾ വ്യാഖ്യാനിച്ച് എഴുതിയിട്ടുള്ളതാണ് മൂന്നാമത്തെ സ്ലൈഡ്. നാലാമത്തെ ഞാൻ ആ ഷെഡ്യൂൾ എന്ത് ചെയ്തു? ഗ്രാഫ് ആക്കി മാറ്റി. ABCDEF എന്ന് പറയുന്ന പോയിന്റ് മനോഹരമായിട്ട് അവിടെ പ്ലോട്ട് ചെയ്തു.
അഞ്ചാമത്തെ ഗ്രാഫിനകത്ത് ഞാൻ ആ ഗ്രാഫിന്റെ ഒരു വ്യാഖ്യാനമാണ് അഞ്ചാമത്തെ സ്ലൈഡിനകത്ത് കൊടുത്തിട്ടുള്ളത്. ആറാമത്തേതിനകത്ത് ഞാൻ എന്താണ് ഫീസിബിൾ സെറ്റ് എന്ന് പറയുന്ന ആശയമാണ് വ്യക്തമാക്കുന്നത്. ഫീസിബിൾ എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റി എന്നതാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പോൾ സംഭവിക്കുന്ന ഏതാണ്? PPC കർവിലെ ABCDEF എന്ന് പറയുന്ന പോയിന്റും PPC കർവിന്റെ അകത്ത് നിൽക്കുന്ന പോയിന്റുകളും ഒക്കെ എപ്പോഴും സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം സാധ്യമായതുകൊണ്ടാണ് അതിനെല്ലാം ഫീസിബിൾ എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രാം കൂടെ ലാസ്റ്റത്തെ സ്ലൈഡിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വരാം, PPC വരാം, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, ഫീസിബിലിറ്റി സെറ്റ് എന്ന് പറയുന്ന ആശയങ്ങളൊക്കെ നിങ്ങൾക്ക് വരാം. എന്ത് ഷേപ്പാണ്, വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. താങ്ക്